ഭൂരിഭാഗം എൻ്റർപ്രണേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. വലിയൊരു മിസ്റ്റേക്ക് ബിസിനസ് ഓണേഴ്സും അതേപോലെ തന്നെ എൻ്റർപ്രണേഴ്സും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഓരോ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരുടെ ടീം വലുതാക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്നൊരു കോമൺ മിസ്റ്റേക്കാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, സെയിൽസ്. ഇത് മൂന്നും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വലിയൊരു എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ബിസിനസ് ഡെവലപ്മെൻറ്റും മാർക്കറ്റിംഗ്, സെയിൽസും എന്ന് പറയുന്നത് മൂന്നാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മാർക്കറ്റിംഗ് എന്താണെന്ന് പറയാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിസിബിലിറ്റിയാണ്. നമ്മളുടെ ബ്രാൻഡ് ആവട്ടെ, പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു വിസിബിലിറ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ വിസിബിലിറ്റിയിലൂടെ നമുക്ക് കിട്ടും ലീഡ്സ് കിട്ടും. ആ ലീഡ്സിനെ നമ്മൾ ബിസിനസ്സാക്കി മാറ്റുക അല്ലെങ്കിൽ നമ്മളുടെ റവന്യൂ ആക്കി മാറ്റുക, അതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ലീഡ്സ് ടു സെയിൽസ് എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് അതിനെ ചുരുക്കി പറയാം. എന്താണ് ബിസിനസ് ഡെവലപ്മെൻറ്റ്? ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ്സ് അവർ ഫ്യൂച്ചർ ഓഫ് ബിസിനസ്. എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാം, എന്താണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ഗോൾ, ഒരു ലോങ് ടേം ഗോൾ, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 5 years കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ഏത് രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുക, നമ്മുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് പ്ലാൻ സെറ്റ് ചെയ്യുക എന്നീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്, മാർക്കറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്, സെയിൽസ് ഇസ് ഡിഫറെൻറ്റ്. ബട്ട് ഇതെല്ലാം കൂടി ചേർന്നാലാണ് നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ വിഷനിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കെവി ഹിയർ, താങ്ക് യു.